നമസ്കാരമുണ്ട്. രതീഷാണ്. പട്ടാമ്പിക്കാറ്റിന്റെ മറ്റൊരു ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇപ്രാവശ്യത്തെ വീഡിയോ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോണ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ ഏതൊരു ക്ഷേത്രത്തിലും അതുമാതിരി ഏതൊരു ആരാധനാലയത്തിലും നമ്മൾ പോകുകയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആശ്രയം, നമുക്ക് നമ്മളുടെ വിഷമങ്ങൾ പറയാനും അതുപോലെ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഏത് മതത്തിലായാലും നമ്മൾ എല്ലാവരും പോകാറ് അല്ലേ. അതിപ്പോൾ ഹിന്ദു മതത്തിലായാലും ക്രിസ്തു മതത്തിലായാലും മുസ്ലിം മതത്തിലായാലും ഏതിലായാലും നമ്മൾ ആശ്രയത്തിന്റെ വേണ്ടി നമുക്കൊരു മാനസികമായിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം മാത്രമായിട്ടാണ് പോകാറ്. പക്ഷെ അതിൽ നിന്ന് മാത്രം വ്യത്യസ്തമായിട്ട് അതിന്റെ ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം അത് വെച്ചാല് പാലക്കാട് ജില്ലയില് തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തില് നമ്മളെ മതുപ്പുള്ളി വടക്കേക്കര പറഞ്ഞ പ്രദേശത്ത് തൃത്താല മണ്ഡലത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ പുരാതന ഒരു ഒരു കഥകൾ പറയാൻ, അല്ലെങ്കിൽ പഴയ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് മനുഷ്യന്മാർക്ക് വരാൻ പോലും പേടിയാവുന്ന രീതിയിൽ ഒരു ഭീകരാന്തരീക്ഷത്തിൽ കാട് പിടിച്ച് മുടിഞ്ഞു കിടന്നിരുന്ന ഒരു അമ്പലം. മുടിഞ്ഞു കിടക്കുക എന്നുള്ള വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടേക്ക് ആരും വരാനും ഒക്കെ പേടിക്കണ, അതായത് ആൾ സഞ്ചാരം കുറവായിരുന്നുള്ള ഒരു ക്ഷേത്രമായിരുന്നു. ഈ ക്ഷേത്രത്തിന് ഇപ്പൊ ഈ കാണുന്ന ഈ ആഢ്യത്വത്തോട് കൂടണ ഈ കാണുന്ന ഈ ഭംഗിയിലേക്ക് എത്തിച്ചതിന്റെ പുറകിൽ ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ബാലേട്ടൻ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് പല ആളുകൾക്കും അറിയണ്ടായിരിക്കാം, പല ആളുകൾ വീഡിയോയിലൂടെ കണ്ടിട്ടായിരിക്കാം, പക്ഷെ കാണാത്ത വ്യക്തികൾക്കും കേൾക്കാത്ത വ്യക്തികളോടും മാത്രമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. ഈ ബാലേട്ടൻ എന്ന് പറയുന്ന ആളുടെ ഒരു കഴിവിന്റെയും അതുപോലെ ആ ആളോടൊപ്പം ഈ നാട് അണിചേർന്ന് ഒരൊറ്റ സ്വരമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങൾ കാണിക്കുക എന്നാണ്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സാധാരണ ഏത് ക്ഷേത്രത്തിന് എന്താ ഒരു മാറ്റം ഉള്ളത് എന്നുള്ള ചോദ്യം വരും. എന്താ ക്ഷേത്രത്തിന്റെ പടിപ്പുരവാതിലായിട്ടുള്ള ഈ ഒരു ഗോപുരം കണ്ടോ നിങ്ങൾ എന്റെ പുറകില്? ഈ ഗോപുരത്തിന് 44 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത്. ഇത്രയും നല്ലൊരു ഗോപുരത്തിന്റെ ആ ഒരു പടിപ്പുര കടന്നു വരുമ്പോൾ തന്നെ അതിന്റെ ഒരു പ്രൗഢി നമുക്ക് കാണാൻ പറ്റും. ഈ അമ്പലത്തിന്റെ ഒരു പ്രൗഢി ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തേക്ക് നമുക്ക് എത്തുന്നതിന് മുന്നേ അതിന്റെ പുറമെ നിന്നുള്ള കുറച്ച് വിഷയം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 44 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് ഈ പടിപ്പുര ഗോപുരം ഇത്രയും നല്ല രീതിയിൽ ചെയ്തെടുത്തത് ഒരാളുടെയും അല്ലെങ്കിൽ വലിയ ഒരു ഭാരിച്ച സംഭാവന അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെയും സമീപിച്ചിട്ടല്ല. ഈ ക്ഷേത്രത്തിന്റെ അന്തേവാസികളായിട്ടുള്ള കുറെ ആളുകൾക്ക് ഇവിടുന്ന് ക്ഷേമ പെൻഷൻ ഉണ്ടല്ലോ, നമ്മളെ പെൻഷൻ സഹായത്തിന്റെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപുറത്തുള്ള ആളുകളിൽ നിർധനരായിട്ടുള്ള വയ്യാത്ത കുറച്ച് പേർക്ക് ക്ഷേത്രത്തിൽ നിന്ന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കയപ്പകഞ്ചേരി ക്ഷേത്രത്തിന്റെ നടപ്പുരയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിന്റെ ചുമർ മതിൽ. ഈ ചുമരിന്റെ മുകളിൽ കാണുന്ന ഈ ചുമർ ചിത്രങ്ങൾ ഉണ്ടല്ലോ, 15 മാസം 10 കലാകാരന്മാര് രാവും പകലല്ലാതെ പണിയെടുത്തിട്ട് ചുമരുമത്തെ ഈ ചുമർ ചിത്രങ്ങൾ ഉണ്ടല്ലോ, പഴയ കലാരൂപങ്ങളും ക്ഷേത്രത്തിനോടനുബന്ധപ്പെട്ടിട്ടുള്ള ആ ചുമർ ചിത്രങ്ങള്, അത് പഴയ കാലഘട്ടങ്ങളിലത്തെ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കാണണ അതേ ആ രീതിയിൽ തന്നെ, വേറൊരു മാറ്റമില്ല. അതിന്റെ പെയിന്റോ കാര്യങ്ങൾക്കൊക്കെ ക്വാളിറ്റി കൂടിയിട്ടുള്ള പെയിന്റ് വെച്ചിട്ട് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ ചില്ലറ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു ഇത്ര എമൗണ്ട് വെച്ചിട്ട് കണക്കാക്കണ ഈ ചുമർ ചിത്രങ്ങളാണ് 15 മാസം രാവും പകലും അല്ലാണ്ട് 6 7 ഒരു 10 കലാകാരന്മാർ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത്രയും പേര് ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഈ അമ്പലത്തിന്റെ ചുമരിന്റെ 4 പുറം. ഇത്രയും കാണുന്ന ഈ 4 പുറം അത് ചെയ്തെടുത്തിറക്കണത് കേട്ടാ. 4 പുറത്തെ ചുമരിന് മുകളിലും ഇത്രയും നല്ല കോസ്റ്റ്ലി ചെലവാക്കിയിട്ടാണ് അത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതില് തൊടാനോ അതൊന്നും പാടില്ല. കാരണം നമ്മളെ കയ്യിലെ ഉപ്പ് രസമുള്ള വിയർപ്പും കാര്യങ്ങളൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി ഉള്ള പെയിന്റിന്റെ ആ ഒരു ഭാഗം കേടുവരും. കാരണം ആരും വന്നിട്ട് തൊടുന്നു ചെയ്യരുത്. ഇത് എവിടെ കണ്ടാലും തൊടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് അത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്യുന്ന ഒരു വർക്കാണിത്. അത്രയും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ സാധനം ചെയ്തെടുക്കാൻ. പെയിന്റ് ഇങ്ങനെ ഒരു ഷെയ്ഡ് വരുത്തിയിട്ടൊക്കെ ചെയ്യാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുപോലെ നമ്മളുടെ ഈ കാണുന്ന നടപ്പുര കണ്ടോ, ഈ നടപ്പുര 4 പുറമുണ്ട് അമ്പലത്തിന്റെ. ഇത് ഈ അമ്പലത്തിന്റെ ഈ നടപ്പുര ഇങ്ങനെ ചെയ്തെടുക്കാൻ തന്നെ കാരണം ഇപ്പൊ നമ്മളോട് പറഞ്ഞത്, ബാലേട്ടൻ പറയണത് എന്താ വെച്ചാല്, ഈ നമ്മുടെ ഈ കാണുന്ന പെയിന്റിന്റെ മുകളിലേക്ക് വെയിലും അതുമാതിരി ഊത്താല മഴ സാധനങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട ഒരു ചെലവ് കയറിയിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പൊ ഇത് ചെയ്യേണ്ടി വന്നത്. നമ്മളുടെ ഈ ചുമർ ചിത്രങ്ങൾക്കുള്ള ആ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എന്ത് ഭംഗിയിലത് വരച്ചെടുത്തിറക്കണം നോക്കി. ഇത് ജീവനുള്ള പോലെ തോന്നും. ഇതിന്റെ ഈ ഭാഗത്തിനായിട്ടേ ഒരു മാന് അമ്പ് ചെയ്തിട്ടുള്ള ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ശരിക്കും ആ അമ്പ് ചെയ്തിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, അമ്പ് കൊണ്ടിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗമൊക്കെ എത്ര ഭംഗിയിലാണ് ആ പെയിന്റിൽ ചെയ്തിരിക്കുന്നത് വെച്ചിട്ടാ. വരച്ചെടുക്കുക ചെറിയ ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ കോറി 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 കോറിയിട്ട് ഉണ്ടാക്കണം. 15 മാസം രാവും പകലല്ലാണ്ട് പണിയെടുത്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത്രയും ഭാഗം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ക്ഷേത്ര പരിധിക്കുള്ളിൽ, ഈ ക്ഷേത്രത്തിന്റെ ഒരു പരിമിതിക്കുള്ളിൽ നിൽക്കണ ഏതെങ്കിലും ഒരു നിർധനരായിട്ടുള്ള കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചു നിൽക്കുക, ആ മരണം സംഭവിച്ച വീടിൽ നിന്ന് ഒരു അപേക്ഷ
ക്ഷേത്രത്തിന് നൽകുകയാണെങ്കിൽ, അതായത് ധനസഹായത്തിന്റെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപേക്ഷ നമ്മൾ ക്ഷേത്രത്തിന് കയ്പകഞ്ചേരി ക്ഷേത്രത്തിന് നൽകുകയാണെങ്കിൽ ഈ ക്ഷേത്രത്തിൽ നിന്ന് ആ മരണം നടന്ന വീട്ടിലേക്കുള്ള ധനസഹായം, ശവസംസ്കാരം നടത്തുവാനുള്ളതും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ധനസഹായം ഈ അമ്പലത്തിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും മറ്റുള്ള അമ്പലങ്ങളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതും ഈ അമ്പലത്തിന്റെ പ്രത്യേകതയാണ്. അതുമാതിരി ഞാൻ നേരത്തെ ചുമർ ചിത്രങ്ങൾ കാണിച്ചു തന്നില്ലേ, ഈ ചുമർ ചിത്രത്തിന്റെ ഇതിന്റെ പുറകിലും ഈ ലക്ഷങ്ങളുടെ, അതായത് ചെലവിലേക്ക് നോക്കുമ്പോൾ അധികം നല്ലൊരു വലിയൊരു എമൗണ്ട് ചെലവാക്കിയിട്ടാണ് ഈ അമ്പലത്തിന്റെ പുനർപ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 20 വർഷം അല്ലെങ്കിൽ 25 വർഷം മുന്നേ നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അവശ നിലയിൽ കിടന്നിരുന്ന ക്ഷേത്രമാണ് ഇത്രയ്ക്ക് ഉന്നമനത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു പ്രത്യേക എനർജി ഫീൽ ചെയ്യും നമുക്ക്. ഓരോ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഒരു എനർജി ഫീൽ ചെയ്യില്ലേ? ആ എനർജി നമുക്ക് ഇവിടെ വരുമ്പോൾ ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു വലിയ ഒരു ദേവസ്വം ബോർഡ് നടത്തുന്നതോ അല്ലെങ്കിൽ അത്രയ്ക്കും വലിയൊരു ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു ക്ഷേത്രത്തിന്റെ അതേ ഫീലാണ് ഇവിടെ വരുന്നത്. പക്ഷെ പൊതുജനങ്ങള്, വിരലിലെണ്ണാവുന്ന നമ്മുടെ നാട്ടിലത്തെ പൊതുജനങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ട് താഴ്ചയിൽ കടന്നിരുന്ന ക്ഷേത്രം, അതായത് ഈ അമ്പലത്തിന്റെ പഴയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം കാട് പിടിച്ച്, ഇവിടെ പറഞ്ഞ ആളുകൾ പറഞ്ഞാൽ ഇതില് ചാരായവാറ്റ് വരെ നടന്നിരുന്ന ഒരു ഭാഗം എന്നാ പറയുന്നത്. അതായത് ക്ഷേത്രത്തിന്റെ ഈ കുളപ്പരയിലും അവിടെയും ഇവിടെയൊക്കെ ജനങ്ങൾക്ക് തീരെ വരാനും പോകാനും പേടിയായിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ ഇവിടെ പല സംഭവങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങൾ വരെ നടന്നിരുന്നു എന്നാണ് നമ്മളിവിടുത്തെ ആളുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ആ ഭാഗത്തു നിന്നാണ് ഈ അമ്പലത്തിന് ഇത്രയ്ക്കധികം മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ അമ്പലത്തിന്റെ എന്താ പറയാ, ഈ അമ്പലത്തിന്റെ എല്ലാവിധ ഭാഗങ്ങൾ കൂടെയും കൈയെത്തിച്ച്, കണ്ണെത്തിച്ച്, മെയ്യെത്തിച്ച് പറഞ്ഞിട്ട് ഈ അമ്പലത്തിന് ഇത്രയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെയധികം വൃത്തിയിൽ ശാന്തമായിട്ട് നടക്കുന്നു. അപ്പൊ ഈ കാണുന്ന ചിത്രത്തിന്റെ ഒരു ഭംഗി നോക്കുക. അതിന് മുകളിൽ പാമ്പിനൊക്കെ വരച്ചിരിക്കുന്നുണ്ട്. അത്രയും സസൂക്ഷ്മമായിട്ടുള്ള ഒരു ചിത്രം വരെയാണ് കേട്ടോ. ചുമർ ചിത്രം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടായിരിക്കും. കാണിക്കുന്നത് നമ്മൾ ഒരു ചെറിയൊരു പോർഷനാണ് കാണിക്കുന്നത്. ഇതുപോലെ എത്ര അടുപ്പിച്ചടുപ്പിച്ചുള്ള ചിത്രങ്ങളാണ് നോക്കുക ഇതിന്റെ മുകളിലൊക്കെ ഒരു കണ്ണ് കണ്ടോ? കണ്ണൊക്കെ കാണുമ്പോഴേ കയ്യിൽ കിണ്ടി, അതിൽ ഓരോ സാധനങ്ങളൊക്കെ വരച്ചെടുക്കാൻ അത്രയധികം റിസ്ക് ഉള്ള ഈ സംഭവം. അത് 15 മാസം രാവും പകലല്ലാണ്ട് പണിയെടുത്ത് തീർത്തു എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കി. കണ്ട, ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ സംഭവത്തിന്റെ ഒരു ലോങ് വിഷലാണ് കാണുന്നത്. കണ്ടോ? ഇതിന്റെ പുറകുവശമുണ്ട്, 4 സൈഡിലും ഉണ്ട്. നമുക്ക് ഇതിന്റെ ഈ സൈഡ് വശത്ത് കൂടെ ഇങ്ങനെ പോവാം, നമുക്ക് കാണാം. കണ്ടോ? ഇതിന്റെ ഈ കാണുന്ന ഭംഗി, ഇതിന്റെ ഈ പുറകുവശത്ത് കൂടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചുമര് ഇങ്ങനെ പൂർത്തീകരിച്ചിട്ടാണ് ഇതിങ്ങനെ പോകുന്നത് കേട്ടോ. കണ്ടോ? ഇതിങ്ങനെ ഈ ചുമര് ഇങ്ങനെ എത്രയുണ്ട്. ഈ ഒരു പുക പൈപ്പ് ഉണ്ടല്ലോ, നമ്മളെ പുക കുഴലിന്റെ ഈ ഭാഗത്താണ് നമ്മളുടെ അമ്പലത്തിന്റെ ഇത് വരുന്നത്, തെടപ്പള്ളി വരുന്നത്. അപ്പൊ അവിടുത്തെ ആ പുക പൈപ്പിന്റെ ചുമരും കൂടി അതുപോലെ അറിയിക്കാത്ത രീതിയിൽ അവർ ചെയ്തിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് നോക്ക്. അധികം നമുക്ക് വാക്കുകളിൽ കൂടെ നമുക്കിത് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പരിമിതി ഉണ്ടല്ലോ. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാനിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ വാക്കുകൾ കൂടെ പറഞ്ഞാൽ ഇതിന്റെ ഒരു ഭംഗി, പിന്നെ ഒരു സൈലന്റ് ഒരു ഏരിയ ആണത്. വളരെ സൈലന്റ് പറഞ്ഞാലേ അത്രയും സൈലന്റ് ആയിട്ടുള്ള സ്ഥലമാട്ടത്. ഇതിന്റെ കുളപ്പുരയുടെ ഭാഗം ഇതുണ്ട്. ഈ ഭാഗമാണ് കുളം. ഈ ഭാഗം ഒരു അരയാൽത്തറയും. ഇവിടുന്ന് അങ്ങോട്ട് നല്ല രസമാണ്. കുളപ്പുര ചെറിയ കിളികളുടെയും അതുപോലത്തെ സൗണ്ടുകളും മാത്രമേ ഉള്ളൂ. വളരെയധികം നല്ല രസമാണ്. കണ്ടോ? ഇതാണ് ആംബിയൻസ് മക്കളെ. കയ്പകഞ്ചേരിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആംബിയൻസ് ആണ് മക്കളെ. ഒരു രക്ഷയില്ല. എന്താ ഭംഗി. 20 വർഷം മുന്നേ കാട് പിടിച്ച് കടന്നിരുന്നിടത്തുനിന്നാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയ്ക്കധികം പുരോഗമനത്തിൽ എത്തിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടുത്തെ കാര്യങ്ങൾ വൃത്തിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പുറത്തൊരു ഡ്രസ്സിങ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അതോ ഇതങ്ങനത്തെ ഒരു റൂമാണ്. എന്തായാലും നമ്മൾ അങ്ങോട്ട് കിടക്കണില്ല, അത് പ്രൈവസി ഉണ്ട്. എന്നിട്ട് ഇതാണ് ഇതിന്റെ ഭംഗി. ഈ ഭാഗങ്ങളിലൊക്കെ നോക്കുക. ഇതിന്റെ അവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ പൂമുള്ളി മന, 6-ാം തമ്പുരാന്റെ മനയൊക്കെ വരണില്ലേ. അത് ഇപ്പൊ വീഡിയോയിൽ കാണുന്ന ആളുകൾക്ക് ഈ കാണാൻ എന്റെ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ,
ആ ഭാഗത്താണ് ആറാം തമ്പുരാന്റെ പൂമുള്ളി മന സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. പെരിങ്ങോട് ഭാഗം. ഒരു കൊളപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടല്ലേ. ഈ നടപ്പുരകൾ നടക്കുമ്പോഴേ നമ്മൾ ഈ ഏരിയയിൽ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു ചാരുപടിയും, ചാരുപടിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് കുളം കാണാനും കുളത്തിലത്തെ ആ ഒരു ഭംഗി കണ്ടിരിക്കാം. അതുമാതിരി മഴ പെയ്യുമ്പോൾ ഇറവെള്ളം വീഴുന്നതൊക്കെ കണ്ടിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ടല്ലോ. അതുമാതിരി ചെറിയ ചെറിയ സിനിമ, അതായത് നമ്മുടെ സിനി ഷൂട്ടിലല്ല, അല്ല നമ്മുടെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഉണ്ടല്ലോ, വെഡ്ഡിങ് ഷൂട്ടിനൊക്കെ കിടുക്കാഴ്ചയായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്ഷേത്രം അത്. അപ്പൊ ചെറിയൊരു ഫീ അമ്പലത്തിൽ നിന്നൊക്കെ അടയ്ക്കണം. അതായത് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും ഇങ്ങനെ ക്യാമറയിൽ നമ്മൾ ചിത്രീകരിച്ച് കൊണ്ടുപോകാൻ ചെറിയൊരു ഫീ ഉണ്ട്. പക്ഷെ ആ ഫീ കൊടുത്താലും നിങ്ങൾക്ക് ഇത്രയും അതിമനോഹരമായിട്ടൊരു കിടുക്കാഴ്ച സീന് വേറെ വഴിയും കിട്ടാൻ സാധ്യത ഉണ്ടായിരിക്കില്ല. കാരണം അതായത് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടല്ലോ, ക്ഷേത്രത്തിൽ തൊഴുത് മടങ്ങി പോണ ആളുകൾക്ക് പ്രഭാത ഭക്ഷണവും അതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഇവിടെ നല്ല അന്നദാനം നടക്കുന്നുണ്ട്. ഈ അന്നദാനം, ഈ കാണുന്ന ഇരുമ്പിന്റെ ഈ പില്ലറ് ഇനി സിമെന്റിൽ പൊതിഞ്ഞ് ഇതിനെ വേറെ രൂപാക്കാൻ പറ്റുന്നത്. നമ്മളെ ഈ രാമേശ്വരം അമ്പലത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു പില്ലറുകൾ ഇങ്ങനെ ഒരു വീഡിയോ ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ? ആ ഒരു രീതിയിലേക്കുള്ള വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഈ ഭാഗത്ത് നോക്ക്, ഇതിൽ കമ്പിയൊക്കെ കെട്ടി ഒരു നെറ്റൊക്കെ കെട്ടി സെറ്റാക്കി. ഇനി ഇതിൽ സിമെന്റ് ആഡ് ചെയ്ത് ഒരു മരത്തടിയുടെ പോലത്തെ ഒരു ഫീലിക്ക് ഇത് വരുത്തിയേക്കണുണ്ടോ. അവിടെ കണ്ടിട്ടുള്ള അതേ കല്ലിന്റെ ആ ഒരു മറ്റേ സിമെന്റും കാലുണ്ടല്ലോ, ആ സിമെന്റും കാലിലേക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോ പണി കഴിപ്പിച്ചിട്ട് തീർത്തെടുത്തതാണ്. ഇനി ഇതിന്റെ വാർണിഷിങ് വർക്കും കാര്യങ്ങളും പോളിഷ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പില്ലറിന് തന്നെ 1,00,000 രൂപയുടെ അടുത്ത് കോസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്, ചെലവഴിക്കുന്നത്. കാരണം അത് അടി മുതൽ മേലെ വരെയുള്ള വർക്കും പിന്നെ ഈ കാണുന്ന പോലത്തെ ചിത്രപ്പണികളും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇതിന്റെ വാർണിഷിങ് ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ ഈ സിമെന്റ് വാർണിഷ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത്ര ചെയ്തെടുക്കാൻ 1,00,000 രൂപ ഒരു പില്ലർ വർക്കിനുണ്ട്. അങ്ങനെ ഈ ഒരു ഗോപുരത്തിന്റെ കോസ്റ്റ് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെലവുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം നോക്ക്, 10-30 ലക്ഷം രൂപയുടെ മേലെ പോയിണ്ടായിരിക്കും എന്തായാലും. ക്ഷേത്രം നിലവിൽ അടഞ്ഞിറങ്ങണം. സമയം ഒരു 10 മണി വരെയാണ് ക്ഷേത്രത്തിന്റെ ദർശന ടൈമും അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അപ്പൊ ക്ഷേത്രത്തിൽ വരിക. നമ്മളുടെ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞിരുന്നു, പാലക്കാട് ജില്ലയിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിലാണ് ഈ സംഭവം നിൽക്കുന്നത്. മതുപ്പുള്ളി പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അപ്പൊ ക്ഷേത്രത്തിന്റെ ഈ പുരോഗമനത്തിന്റെ ഭാഗമാവാനും ഇവിടെ വന്ന് ദർശനം നടത്താനും അതിന്റെ മാനസികമായിട്ടൊരു സുഖത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രങ്ങളിൽ വരണമെന്ന് അറിയാലോ. അപ്പോൾ പിന്നെ കൗതുകരമായിട്ടുള്ള ഈ കാണുന്ന കാഴ്ചകളും ക്ഷേത്രക്കുളവും ഈ ചുമർചിത്രങ്ങളും ഈ കാര്യങ്ങളും പിന്നെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവർത്തികൾക്കും എല്ലാം ഒരു അംഗമാവാനും ഒരു ഭാഗമാവാനും കഴിയട്ടെ. അതിനൊരു ഭാഗമാവട്ടെ എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മളെ പട്ടാമ്പിക്കാരൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നമ്മളെ ചാനലിൽ ഫോളോ അപ്പ് ചെയ്യാത്ത സുഹൃത്താണെങ്കിൽ ചാനലിൽ ഫോളോ അപ്പ് ചെയ്യണം. അതുമാതിരി സപ്പോർട്ട് വേണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.